എല്ലാ ദിവസവും ഹൈവേകളിലൂടെ ഒരുപാട് വണ്ടികളാണ് പോണത്. അതിൽ കൂടുതലും ഇതുപോലുള്ള ലോറികളായിരിക്കും. അപ്പൊ ഈ ലോറിക്കാർക്ക് ഒരു ദിവസം ഏത് രീതിയിലാണ് കൂലി കിട്ടുക നിങ്ങൾക്ക് അറിയോ? ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ അതിനെ പറ്റി പറയാം. ഒരു ദിവസം തന്നെ കാറ്, ബൈക്ക്, ബസ് പറഞ്ഞിട്ട് ഒരുപാട് വണ്ടികളാണ് ഹൈവേ കൂടെ കടന്നു പോകുന്നത്. അതിൽ കൂടുതലും ലോറികളെ നമുക്ക് കാണാൻ പറ്റും. അത് ഒരുപാട് ദൂരത്തുനിന്ന് വേറെ സംസ്ഥാനത്ത് നിന്ന് ഓടിയെത്തുന്ന വണ്ടികളായിരിക്കും കൂടുതലും. ഇവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ലോറികൾ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോയത്. ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു ഏട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചത്. ആള് കണ്ണൂരിൽ നിന്ന് പാലക്കാട് വരെ ലോഡ് എടുത്തിട്ട് വന്നിട്ട് 2000 സംതിങ് ആണ് ആളുടെ കൂലി. ഓടുന്ന വണ്ടികളുടെ വരുമാനത്തിന്റെ ഇത്ര ശതമാനം പോലെയാണ് ഇവർക്ക് കൂലി കിട്ടുന്നത്. അതുപോലെ തന്നെ ലോഡുകളുടെ ഭാരത്തിനനുസരിച്ചിട്ടാണ് കൂലി നിശ്ചയിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇതുപോലെ വണ്ടികൾ നിർത്തിയിട്ട് അതിന് വല്ല മോഷണം പോയ ഡ്രൈവർമാർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. അതുപോലെ ആക്സിഡന്റ് വല്ലതും ആയി പറഞ്ഞാൽ ആദ്യത്തെ പ്രശ്നം വരുന്ന ഡ്രൈവർമാർക്കായിരിക്കും. നമ്മളൊക്കെ കുറച്ചു നേരം ബൈക്ക് ഓടിക്കുമ്പോൾ തന്നെ ഇടുപ്പ് വേനിച്ച് വയ്യാണ്ടാവും. അപ്പൊ ഇത്രയും വലിയ വണ്ടി ഓടിച്ചു പോകണം ഇവരിനെയൊക്കെ സമ്മതിക്കണം. അതുപോലെ തന്നെ ഗൂഗിളിൽ നോക്കിയിട്ടല്ല ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നത്. എന്താണോ വിഷയം അത് അറിയാൻ വേണ്ടി ഞാൻ അവരിലേക്ക് തന്നെ ഇറങ്ങി ചെന്നിട്ടാണ് ഈ വീഡിയോകളെല്ലാം ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.